അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ചെറുതും വലുതുമായ സകല പാപങ്ങളും അല്ലാഹു തആല അവന്റെ വിശാലമായ കരുണ കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജിന്റെ മാസങ്ങളിലാണ് നാം കഴിഞ്ഞുകൂടുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറയുകയുണ്ടായി. ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ്. ഒരു വർഷത്തെ അറബി കലണ്ടർ അനുസരിച്ച് 12 മാസങ്ങളിൽ ഏറ്റവും അവസാനത്തെ മാസമാണ് ദുൽഹജ്ജ് മാസം. ആ മാസത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ആ മാസങ്ങളിൽ എങ്ങനെ ജീവിക്കാനാണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചത് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹു തആല പവിത്രമാക്കിയ മാസങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. ഇന്ന് ദുൽഖഅദ 23 6-7 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന് മനുഷ്യൻ ഭൂമിയിൽ ആരാധന ചെയ്യുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസമാണ് എന്ന് നമ്മളോട് പറഞ്ഞു. മാമിൻ അയ്യാമിൻ അഫ്ളലു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വർഷത്തെ മുഴുവൻ ദിവസങ്ങൾ എടുത്താലും മനുഷ്യൻ ആരാധന ചെയ്യാൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന, മനുഷ്യൻ ചെയ്യുന്ന ആരാധനകളെ ഏറ്റവും ശ്രേഷ്ഠമായി അള്ളാഹു തആല കണക്കാക്കുന്ന ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം. അഥവാ ദുൽഹജ്ജ് 10ന്റെ അന്നാണ് വലിയ പെരുന്നാൾ. വലിയ പെരുന്നാളിന്റെ അന്നും അതിനു മുമ്പുള്ള 9 ദിവസവും ഒരു മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായി അള്ളാഹു തആല കണക്കാക്കിയിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസം അഥവാ വലിയ പെരുന്നാളിന് മുമ്പുള്ള 9 ദിവസങ്ങൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 10 ദിവസങ്ങളിൽ വളരെ കർക്കശ ബുദ്ധിയോടുകൂടി, വളരെ പ്രാധാന്യത്തോടുകൂടി ആരാധനകളിൽ മുഴുകിയിരുന്നതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേക പ്രാധാന്യത്തോടുകൂടി ആരാധനകളിൽ മുഴുകിയിരുന്ന ദിവസങ്ങൾ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹദീസിൽ കാണാം, 4 കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഒരു സമയത്ത് പോലും ഉപേക്ഷിച്ചിരുന്നില്ല. അതിൽ ഒരു കാര്യമാണ് ദുൽഹജ്ജ് മാസത്തിന്റെ 9 ദിവസം, ആദ്യത്തെ 9 ദിവസം, ദുൽഹജ്ജ് 1 മുതൽ 9ന്റെ അന്ന് അറഫയുടെ ദിവസം വരെയുള്ള 9 നോമ്പുകൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല എന്ന് സഹാബാക്കൾ പറയുന്ന പ്രാധാന്യത്തോടുകൂടി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 ദിവസങ്ങളിൽ അനുഷ്ഠിച്ചിരുന്ന ഒരു കർമ്മമാണ് ദുൽഹജ്ജ് മാസത്തിന്റെ 9 ദിവസങ്ങളിലെ നോമ്പ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്കൊക്കെ അറിയുന്ന സൂറത്തുൽ ഫജ്റിൽ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ചില വാചകങ്ങൾ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ, പ്രഭാതത്തെ കൊണ്ട് സത്യം, 10 രാത്രികളെ കൊണ്ട്, 10 ദിവസങ്ങളെ കൊണ്ട് സത്യം. ഈ 10 ദിവസം ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസമാണ് എന്ന് സഹാബാക്കൾ പറയുന്നു. അപ്പൊ അല്ലാഹു തആല ഒരു വസ്തുവിനെ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ അതിന്റെ മഹത്വം അത്ര വലുതായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യന്
അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ, ഇബാദത്തുകളിൽ ഒന്നാണ് നോമ്പ് എന്നുള്ളത്. അല്ലാഹു തആല തന്നെ നാളെ പറയും പരലോകത്ത്, ബാക്കി എല്ലാ നല്ല പ്രവർത്തികൾക്കും പ്രതിഫലം നൽകിയതിന് ശേഷം പറയും വസ്സൗമു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് അതെനിക്ക് പ്രത്യേകമായി എന്റെ അടിമ അവന്റെ വികാരങ്ങളെ, അവന്റെ വിശപ്പിനെ, മറ്റ് അനുവദനീയമായ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് രഹസ്യമായി എനിക്ക് വേണ്ടി ചെയ്ത കർമ്മമാണ്, അതുകൊണ്ട് അതിന്റെ കൂലി ഞാൻ പ്രത്യേകം നൽകുമെന്ന് അല്ലാഹു തആല പറയുന്ന നോമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ചര്യയായി പിന്തുടരാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജ മാസത്തിന്റെ 9 ദിവസങ്ങളിലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, ഒരിക്കലും ഉപേക്ഷിച്ചില്ല എന്ന് ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 9 ദിവസത്തിൽ ഒരു ദിവസം പിടിക്കുന്ന നോമ്പ് തഅദീലു സനതൻ, ഒരു ദിവസം നോമ്പ് പിടിച്ചാൽ ഒരു വർഷം നോമ്പ് പിടിക്കുന്നതിന്റെ കൂലി അല്ലാഹു തആല ദുൽഹജ്ജ് മാസത്തിന്റെ ഒരു ദിവസം നോമ്പ് പിടിച്ചാൽ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 9 ദിവസം ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ 1 മുതൽ 8 വരെ ഓരോ നോമ്പിനും ഒരു വർഷത്തെ നോമ്പിന്റെ കൂലി, ഒരു വർഷത്തെ നോമ്പിന്റെ സ്ഥാനത്ത് 8 കൊല്ലം. 9ാമത്തത് അറഫയുടെ നോമ്പാണ്, അത് പ്രത്യേകം സുന്നത്താണ്. അറഫയുടെ നോമ്പ് ഒരു മനുഷ്യൻ പിടിച്ചാൽ 2 കൊല്ലം നോമ്പ് പിടിച്ചതിന്റെ സ്ഥാനത്തായി. അഥവാ ദുൽഹജ്ജ് മാസത്തിന്റെ വലിയ പെരുന്നാളിന് മുമ്പുള്ള 9 ദിവസം ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ 10 കൊല്ലം നോമ്പ് പിടിച്ച സ്ഥാനത്താകുന്ന രീതിയിൽ അല്ലാഹു തആല പ്രതിഫലം നൽകുന്ന രൂപത്തിൽ ഈ മാസത്തിന്റെ 10 ദിവസങ്ങളെ അല്ലാഹു തആല ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിവസങ്ങളാക്കി മാറ്റി. നമ്മൾ വലിയ ഗൗരവത്തിൽ കാണാത്ത 10 ദിവസങ്ങളാണ്. പിന്നെ ഉള്ളത് റമളാനിന്റെ ദിവസങ്ങളൊക്കെ നോമ്പുകാരനായതുകൊണ്ട്, അല്ലെങ്കിൽ റമളാനിൽ നമ്മൾ പള്ളിയും ഇബാദത്തും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ആ ദിവസങ്ങളെ നമ്മൾ മാനിക്കും. പക്ഷെ വലിയ പെരുന്നാളിന് മുമ്പുള്ള ഈ പ്രധാനപ്പെട്ട 9 ദിവസങ്ങൾ നമ്മൾ അങ്ങനെ ആരാധനാ കർമ്മങ്ങളിൽ പ്രത്യേകമായി ഉത്സാഹിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഗൗനിക്കാത്ത ദിവസങ്ങളാണ്. പക്ഷെ നബിതങ്ങൾ പറഞ്ഞു, തന്റെ അടിമ പടച്ചവന് വേണ്ടി ഭൂമിയിൽ ആരാധന നടത്തുന്നതിൽ പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ 10 ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഏതെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം പ്രത്യേകമായി കുറച്ചുകൂടി, സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജിന് പോകാത്ത മനുഷ്യർ അവര് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് ദുൽഹജ്ജ് 10ന്റെ അന്ന് പെരുന്നാള് നമസ്കരിച്ചതിന് ശേഷം ഉദ്ഹിയ്യത്ത് അറുത്തു കൊടുക്കുക. നബിതങ്ങൾ മദീനയിൽ എത്ര കൊല്ലം ജീവിച്ചിരുന്നോ അത്രയും കൊല്ലം ഒരിക്കലും മുടക്കാതെ ചെയ്തിരുന്ന ഒരു കർമ്മമാണ്. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്, ഇന്നാ അഅതൈനാ കൽ കൗസർ, നബിയെ താങ്കൾക്ക് ഞാൻ ഹൗദുൽ കൗസർ തന്നു, ജീവിതത്തിൽ കുറെ അനുഗ്രഹങ്ങൾ തന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും വൻഹർ ഉദ്ഹിയ അറുത്ത് കൊടുക്കുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഒരു മനുഷ്യൻ, നബിതങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം, ഈ ദുൽഹിജ്ജ് മാസത്തിന്റെ പവിത്രമായ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇഹ്റാഖുദ്ദം, ബലിമൃഗത്തെ അറുത്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം. ബലിമൃഗത്തെ വാങ്ങാൻ അല്ലെങ്കിൽ അതിന് കാശ് കൊടുക്കാൻ ഒക്കെ നമ്മൾ ആലോചിക്കുകയും തയ്യാറാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, മറ്റു ചില ആളുകൾ അത് മൃഗത്തോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്ന രീതിയിലൊക്കെ ഒരു വശത്ത് ബലിമൃഗത്തെ അറുക്കുന്നതിന് വേണ്ടി കുറെ ആളുകൾ തയ്യാറാകുന്നു, ഒരു വശത്ത്
അത് മൃഗത്തോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമിയിൽ ജീവിക്കുന്ന സകലമാന ജീവികളെയും ആ ജീവികളുടെ മുഴുവൻ ജീവനും പവിത്രമായിട്ടാണ് അല്ലാഹു തആല കാണുന്നത്, കണക്കാക്കുന്നത്. അങ്ങനെ കാണാനാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്നത് കാണാം. ഭൂമിയിൽ ജീവിക്കുന്ന നാലുകാലിൽ നടക്കുന്നതും എഴഞ്ഞു നടക്കുന്നതും ചിറകടിച്ച് പറക്കുന്നതുമായ സകലമാന ജീവികളും നിങ്ങളെ പോലത്തെ സമുദായമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കാണാം. ഒരു ജീവിയെയും അനാവശ്യമായി ഉപദ്രവിച്ചാൽ, അതിനോട് അക്രമം കാണിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ചു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു ജീവിയെയും ഹദീസുകളിൽ ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. നബിതങ്ങൾ പറഞ്ഞു, വമൻ ഖതല ഉസ്ഫൂറൻ അബതൻ, ആരെങ്കിലും ഒരാവശ്യവുമില്ലാതെ ഒരു കുരുവിയെ, ഒരു ചെറിയ കിളിയെ കൊന്നുകഴിഞ്ഞാൽ ജാഅ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആ പക്ഷിയെ കൊണ്ടുവരപ്പെടും. അള്ളാഹുവിനോട് ഈ പക്ഷിയെ അനാവശ്യമായി കൊന്നുകളഞ്ഞതിന് സമാധാനം പറയാതെ അവന്റെ കാലനക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയെയും അനാവശ്യമായി ഉപദ്രവിക്കരുത്, പട്ടിണിക്കിടരുത്, ആക്രമിക്കരുത്, കൊല്ലരുത് എന്ന് കർക്കശ ബുദ്ധിയോടുകൂടി പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. ഹദീസിൽ കാണാം, ഇന്നംറഅതൻ, ഒരു പെണ്ണ് ജീവിതത്തിൽ ധാരാളം നമസ്കരിക്കുന്ന, കുറെ ആരാധനകൾ ചെയ്യുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് നരകത്തിൽ പോയി ഒറ്റ കാരണത്തിന്റെ പേരിൽ, ഒരു പൂച്ചയുടെ പേരിൽ, റബതത്ഹ ലാ ഹിയ അത്അമത്ഹ വലാ ഹിയ തറകത്ഹ ലിതഅകുല മിൻ ഖശാശിൽ അർദ്, ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിടുകയും അതിന് ഭക്ഷണം നൽകാതെ അത് കെട്ടഴിച്ചു പോയി സ്വന്തമായി കഴിക്കാൻ സാധിക്കാതെ കെട്ടിയിടപ്പെട്ട പൂച്ച ചത്തുപോയതിന്റെ പേരിൽ ജീവിതത്തിൽ വളരെയധികം നമസ്കാരമുണ്ടായിരുന്ന ഒരു പെണ്ണിനെ അല്ലാഹു തആല നരകത്തിലേക്ക് എടുത്തെറിയുമെന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്ന രീതിയിൽ സകലമാന ജന്തുക്കളുടെയും ജീവന്റെ വില നമ്മളെ പരിശുദ്ധ ഇസ്ലാം കർക്കശ ബുദ്ധിയോടുകൂടി പഠിപ്പിച്ചു. നബിതങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി ഒരു മാടപ്രാവിന്റെ 2-3 കുഞ്ഞുങ്ങളുമായി നബിതങ്ങളുടെ മുമ്പിലേക്ക് എത്തി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, തങ്ങൾക്കിത് സമ്മാനമായി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ മാടപ്രാവിന്റെ കുഞ്ഞുങ്ങളുമായി തങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ, നിനക്കിത് എവിടുന്ന് കിട്ടി? ആ കുട്ടി പറഞ്ഞു, ഞാൻ ഇന്ന പൊത്തിൽ നിന്ന്, കൂട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടുവന്നതാണ്. അപ്പൊ ചോദിച്ചു, നീ ഈ കുഞ്ഞുങ്ങളെ എനിക്ക് സമ്മാനമായി തരാൻ എടുത്തുകൊണ്ടുവരുന്ന സമയത്ത് ഈ കുഞ്ഞു കിളികളുടെ അമ്മ എവിടെയായിരുന്നു? ആ കുട്ടി നബിതങ്ങളോട് പറഞ്ഞു, ഞാൻ ഇതിനെ എടുക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ അമ്മ കിളി അത് കുറച്ചങ്ങോട്ട് മാറി എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട് മാറി നിന്ന് കരയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തങ്ങൾക്ക് തരണമെന്ന എൻ്റെ ആഗ്രഹത്തിന്റെ പേരിൽ, തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞാൻ അതൊന്നും കാര്യമാക്കാതെ ആ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഓടി വേഗത്തിൽ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. കുറച്ചു ദൂരം ആ അമ്മക്കിളി എൻ്റെ പിറകിൽ പറന്നു വന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുമ്പിലേക്ക് സാഹസികത കാണിച്ച് കിളിക്കുഞ്ഞുങ്ങളെ സമ്മാനമായി കൊണ്ടുവന്ന ആ ബാലനെ അഭിനന്ദിക്കുന്നതിന് പകരം നബിതങ്ങൾ ആ കുഞ്ഞിനോട് പറഞ്ഞു, ഈ കിളിക്കുഞ്ഞുങ്ങളെ തിരിച്ചതിൻ്റെ അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് വരുന്നത് വരെ എനിക്ക് സന്തോഷമാവുകയില്ല. നീ എനിക്ക് നൽകിയ സമ്മാനത്തിന്റെ പേരിൽ എനിക്ക് സന്തോഷമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആ കുട്ടിയോടൊരു വാക്ക് പഠിപ്പിച്ചു, മോനെ, ഒരു കുഞ്ഞിനെയും അതിൻ്റെ അമ്മയുടെ അടുക്കൽ നിന്ന്
വേർപെടുത്താൻ പാടില്ല എന്ന് തന്റെ മുമ്പിലേക്ക് സമ്മാനവുമായി വന്ന ബാലന്റെ മുമ്പിൽ ആ ബാലനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യകുലത്തിന് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ ഏറ്റവും വലിയ ഉപദേശം ഒരു കുഞ്ഞിനെയും അതിൻ്റെ അമ്മയിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് വേർപെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് നമ്മൾ മറ്റു മൃഗങ്ങളോട്, മനുഷ്യനെ പോലെ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റു ജന്തുക്കളോട് കാണിക്കേണ്ട ആദരവും മര്യാദയും സ്നേഹവും പരിഗണനയും നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു കുഞ്ഞിനെയും അതിൻ്റെ അമ്മയിൽ നിന്ന് വേർപെടുത്താൻ പാടില്ല എന്ന് ലോകത്തെ നടുക്കുന്ന രീതിയിൽ 6-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃതമായ കാലഘട്ടത്തിൽ നിന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതകരമായ വാക്കുകൾ ഇന്ന് കണ്ണീരോടുകൂടി നമ്മൾ പറയുന്ന സമയത്താണ് ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന ആൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെ കുറിച്ച് ഞെട്ടലോടുകൂടി, അതിന്റെ പിന്നിലെ കഥകളെക്കുറിച്ച് ഞെട്ടലോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഒരു കുഞ്ഞിനെയും അതിൻ്റെ അമ്മയിൽ നിന്ന് വേർപെടുത്താൻ പാടില്ല എന്ന് കിളിയുടെ കൂട്ടിൽ നിന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുവന്ന് തൻ്റെ മുമ്പിലേക്ക് സമ്മാനമായി നൽകിയ ബാലനോട് നബിതങ്ങൾ പറഞ്ഞത് എങ്കിൽ, നൂറുകണക്കിന് അമ്മമാരുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറി കോൺക്രീറ്റ് കട്ടകളുടെ ഇടയിൽ കുടുങ്ങിപ്പോകുന്ന രീതിയിൽ, കണ്ടാൽ തന്നെ അറപ്പും പേടിയും വെറുപ്പും കരച്ചിലും അനുഭവപ്പെടുന്ന രൂപത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ ശരീരം റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ കോൺക്രീറ്റ് കൂമ്പാരങ്ങളുടെ ഇടയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ചകൾ ഈ ദയനീയമായ ലോകത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇന്ന് ലോകത്ത് മുഴുവൻ ആളുകളും, ഒട്ടുമിക്ക അല്പമെങ്കിലും മനുഷ്യത്വം അവശേഷിക്കുന്ന സകലമാന മനുഷ്യരും കഴിഞ്ഞ 6-7 മാസമായി മിണ്ടാതിരുന്ന പലരും, നമ്മളൊക്കെ ആരാധനയോടുകൂടി കണ്ടിരുന്ന പല സെലിബ്രിറ്റികളും ഇന്ന് ഓൾ ഐസ് ഓൺ റഫ, എല്ലാ കണ്ണുകളും റഫയിലേക്ക്, എല്ലാ നോട്ടങ്ങളും റഫയിലേക്ക്, എല്ലാ പ്രാർത്ഥനകളും റഫയിലെ തകർന്നടിഞ്ഞു വീണ അഭയാർത്ഥി ക്യാമ്പിലേക്ക്, റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കരിഞ്ഞു വെണ്ണീറായി ചാരമായി പോയ ദയനീയരായ നിസ്സഹായരായ മനുഷ്യരിലേക്ക് എന്ന് വിളിച്ചു പറയുന്ന ക്യാമ്പയിൻ ലോകത്ത് മുഴുവൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗസയിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ 2ാം ലോക മഹായുദ്ധം എന്ന മനുഷ്യരാശി കണ്ട ഏറ്റവും ഭയാനകരമായ മനുഷ്യക്കുരുതിയിൽ ജർമ്മനി എന്ന അന്ന് പ്രതിസ്ഥാനത്ത് നിന്ന രാജ്യത്ത് ഉപയോഗിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി മാരകമായ കെമിക്കലുകൾ ഉപയോഗിച്ച ബോംബുകൾ ഗസ എന്ന് പറയുന്ന ചെറിയ ഒരു പ്രദേശത്ത് ഈ മാസങ്ങളുടെ ഇടയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, ആൾ ഐസ് ഓൺ റഫ എന്ന് പറയുമ്പോൾ, റഫ എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളുടെ ഇടയിലും ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ പ്രദേശം. കഴിഞ്ഞ 100 വർഷമായി ഫലസ്തീനിന്റെ പല പ്രദേശത്തു നിന്നും ഈ ക്രൂരമായ ആക്രമണങ്ങൾ, കടന്നുകയറ്റം, അതിന്റെ പേരിൽ വീട് നഷ്ടപ്പെട്ട്, കിടപ്പാടം നഷ്ടപ്പെട്ട്, നാട് നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് റഫ. അത് ഇസ്രയേലിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ സുരക്ഷിതമായ അഭയാർത്ഥി ക്യാമ്പ്. ഞങ്ങൾ പ്രതിരോധത്തിനില്ല, യുദ്ധത്തിനില്ല, പോരാട്ടത്തിനില്ല, ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞ് കയ്യിൽ ഒരായുധം പോലും ഇല്ലാഞ്ഞിട്ടും നിസ്സഹായരായി തങ്ങളുടെ ഗതികേട് കൊണ്ട് സഹായിക്കാൻ സഹോദരങ്ങളായ അറബ് രാജ്യങ്ങൾ പോലും അവരുടെ ദൂർത്തിന്റെയും കച്ചവട താല്പര്യത്തിന്റെയും പിന്നാലെ കൂടി കൈയൊഴിഞ്ഞ ഗതികെട്ട ഒരു വിഭാഗം മനുഷ്യർ ഞങ്ങൾ ഈ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് ഇസ്രയേൽ പറഞ്ഞിട്ട് തന്നെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറി റഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ മനുഷ്യർ. ഗസയിൽ ആക്രമണം നടക്കുന്ന സമയത്ത് ഹെലികോപ്റ്ററിൽ വന്നിട്ട് നോട്ടീസ് ഇസ്രയേൽ പട്ടാളം ഇടുമായിരുന്നു, ഞങ്ങൾ ഗസ ആക്രമിക്കാൻ പോവുകയാണ്, നിങ്ങൾ അതുകൊണ്ട് സുരക്ഷിതമായി റഫ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറണമെന്ന് പറഞ്ഞിട്ട് മാറിയ മനുഷ്യർ. ആ റഫ അഭയാർത്ഥി ക്യാമ്പിലേക്ക് തൊട്ടടുത്ത് UN-ന്റെ ക്യാമ്പുണ്ട്. UN-ന്റെ ക്യാമ്പിൽ അതിനടുത്ത് ആക്രമണം നടത്താൻ പാടില്ല എന്ന അന്താരാഷ്ട്ര നിയമം, അഭയാർത്ഥി ക്യാമ്പുകളിൽ ആക്രമണം നടത്താൻ പാടില്ല എന്ന് മനസാക്ഷിയുള്ളവരും ഇല്ലാത്തവരുമായ ലോകത്തെ സകലമാന
അധിനിവേശ ശക്തികളും കൂടി ഒരുമിച്ചെടുത്ത അന്താരാഷ്ട്ര യുദ്ധ നിയമം, ഈ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കൃത്യം അഭയാർത്ഥികളായി കഴിയുന്ന ഗതികെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് അതിമാരകമായ പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിപ്പിച്ച് നിമിഷ നേരം കൊണ്ട് നൂറുകണക്കിന് ചെറിയ മക്കളെ അനാഥരാക്കിക്കൊണ്ട് അവരുടെ അമ്മമാർ കത്തിക്കരിഞ്ഞ് ചാമ്പലായി ആ കോൺക്രീറ്റ് കൂമ്പാരങ്ങളുടെ അടിയിൽ പെട്ടുപോയി. നൂറുകണക്കിന് ചെറിയ മക്കൾ, 4, 5, 3, 2, 7 ഒക്കെ പ്രായമുള്ള നമ്മളുടെയൊക്കെ വീട്ടിൽ ഓടിച്ചാടി കളിച്ച് ചിരിച്ച് എന്താവശ്യങ്ങൾ നമ്മളോട് പറഞ്ഞാലും 1 മിനിറ്റ് പോലും താമസിപ്പിക്കാതെ നമ്മൾ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്ന നമ്മളുടെ മക്കളെ പോലെ കളിച്ച് ചിരിച്ച് അതേ വേദനയും അതേ ചോരയും അതേ ശരീരവുമുള്ള നൂറുകണക്കിന് മക്കളുടെ ഇളം കൈകൾ ബോംബ് വീണതിന്റെ ആഘാതത്തിൽ ചിന്നിച്ചിതറി വിരലുകൾ, കൈകൾ, കാലുകൾ, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ആ കോൺക്രീറ്റ് കൂമ്പാരത്തിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടാണ് നടുങ്ങിപ്പോയ ലോകം ഓൾ ഐസ് ഓൺ റഫ എന്ന ക്യാമ്പയിനുമായി മുമ്പിലേക്ക് വന്നത്. ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, റഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അഭയാർത്ഥി ക്യാമ്പിൽ മരിച്ചവരെക്കാൾ ദയനീയമാണ് ആ ബോംബാക്രമണത്തെ അതിജീവിച്ച് പൊള്ളലേറ്റ് സാരമായി പരിക്കേറ്റ് കിടക്കുന്ന മനുഷ്യരുടെ അവസ്ഥ. നമ്മളുടെ ശരീരം എങ്ങാണ് ഒന്ന് മറിഞ്ഞു വീണിട്ട് പോറിയാൽ എന്തായിരിക്കും നമ്മളുടെ വേദന? ആശുപത്രികളില്ലാതെ, മരുന്നുകളില്ലാതെ അന്തരീക്ഷം മുഴുവൻ മണലും സിമന്റ് പൊടിയും നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്ത് ശരീരത്തിന്റെ 30, 40, 50, 60% പൊള്ളലേറ്റ് നീറി ജീവിക്കുന്ന മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ എന്തായിരിക്കും? അവരുടെ വേദന എന്തായിരിക്കും? അവരുടെ ദയനീയത എന്തായിരിക്കുമെന്ന് ആലോചിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കുറെ മനുഷ്യർ ഇന്ന് ആൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് ആരംഭിച്ച് അത് ലോകത്തെ ഏറ്റവും ട്രെൻഡിങ് ആയ ക്യാമ്പയിനായിട്ട് മാറി നിൽക്കുന്ന ഈ ഗതികെട്ട ലോകത്ത് നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 6-ാം നൂറ്റാണ്ടിലെ കൊച്ചു ബാലനോട് നടത്തുന്ന ഉപദേശം, മോനെ, അറിഞ്ഞുകൊണ്ട് ഒരു അമ്മയെയും അതിന്റെ കുഞ്ഞിൽ നിന്ന്, ഒരു കുഞ്ഞിനെയും അതിന്റെ അമ്മയിൽ നിന്ന് വേർപെടുത്താൻ പാടില്ല എന്ന് പഠിപ്പിച്ച് മറ്റ് മൃഗങ്ങളോട്, മറ്റ് ജീവജാലങ്ങളോടുള്ള സ്നേഹം പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഈജിപ്തിലേക്ക് ഗവർണറായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചു. ഗവർണറായി ഈജിപ്തിലേക്ക് ചെന്ന അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഗവർണർക്ക് താമസിക്കാൻ തൽക്കാലത്തേക്ക് ഒരു ടെന്റ് അടിച്ചു. അവിടേക്ക് ചെന്നു, അധികാരം ഏറ്റെടുത്തു. ഭരണം തുടങ്ങുന്ന സമയത്ത് തൽക്കാലത്തേക്ക് കിടക്കാൻ വേണ്ടി അടിച്ച ടെന്റ് പൊളിച്ചിട്ട് ഗവർണർക്ക് കൊട്ടാരം പൊളിക്കാൻ തീരുമാനിക്കുന്നു. ആ സമയത്താണ് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ആ ടെന്റിന്റെ ഒരു മൂലയിൽ ഒരു മാടപ്രാവ് മുട്ടയിട്ട് അതിന് അടയിരിക്കുന്ന കാഴ്ച കണ്ടത്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരു രാജ്യത്തിന്റെ ഗവർണറുടെ കൊട്ടാരം പണി ആരംഭിക്കാൻ വേണ്ടി ടെന്റ് പൊളിക്കാൻ നേരം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തടഞ്ഞിട്ട് പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടമാണ് ഗവർണറിന്റെ കൊട്ടാരം. പക്ഷേ ഈ മാടപ്രാവ് അതിന്റെ കുഞ്ഞുങ്ങളെ കാണുന്നതിന് വേണ്ടിയാണ് ഈ മുട്ടയിട്ട് ഇവിടെ അടയിരിക്കുന്നത്. ഈ ടെന്റ് പൊളിച്ചു മാറ്റിയാൽ മുട്ട താഴെ വീണ് പൊട്ടിപ്പോകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മൃഗത്തെ പോലും അകാരണമായി വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഞങ്ങളുടെ ദീനിന്റെ സംസ്കാരം. അതുകൊണ്ട് ഈ മാടപ്രാവ് മുട്ടയിട്ട് അത് അതിന്റെ കുഞ്ഞുങ്ങളുമായി പറന്നു പോകുന്നത് വരെ ഗവർണറിന്റെ കൊട്ടാരത്തിന്റെ പണി നിർത്തിവെക്കാൻ ഉത്തരവിട്ടു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു. അന്ന് ഈജിപ്തുകാർക്ക് അത്ഭുതകരമായ സംസ്കാരമായിരുന്നു അത്. ഒരു മാടപ്രാവിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ വായിച്ചു, കോടികളുടെ പ്രോജക്റ്റ് ദുബായ് ഭരണാധികാരി ഇടപെട്ട് ഒരു പക്ഷി മുട്ടയിട്ട് കൂടുകൂട്ടിയതിന്റെ പേരിൽ നിർത്തിവെക്കാൻ ഉത്തരവിറക്കിയത്. ദുബായ് ഭരണാധികാരി, അവിടുത്തെ ക്രൗൺ പ്രിൻസ്, അദ്ദേഹത്തിന്റെ 5 കോടിയോളം വിലയുള്ള മെർസിഡസിന്റെ ജി വാഗൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാർ ശേഖരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്, അതിന്റെ മുമ്പിൽ നിർത്തിയിട്ടിരുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഒരു പക്ഷി കൂടുവെച്ച് മുട്ടയിട്ടതിന്റെ പേരിൽ അദ്ദേഹം ആ കാറ്
അതിന്റെ ആവശ്യം കഴിഞ്ഞ് കൂടുമാറ്റി പറന്നു പോകുന്നത് വരെ ഉപയോഗിക്കാതെ മാറ്റിയിട്ടതിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ വാർത്ത നമ്മൾ വായിച്ചു എങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ അന്നത്തെ ഈജിപ്തുകാരെ അത്ഭുതപ്പെടുത്തി അംർ ഇബ്നു ആസിന്റെ ഈ പ്രവൃത്തി. അങ്ങനെ ആ പ്രദേശത്തിന് ഇന്ന് ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയുടെ മുമ്പത്തെ പേര് ഫുസ്താത്ത് എന്നായിരുന്നു. ഫുസ്താത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ടെന്റ് എന്നാണ് അർത്ഥം. ഒരു മാടപ്രാവിന് വേണ്ടി ആ ടെന്റ് പൊളിക്കാതെ ഗവർണറിന്റെ കൊട്ടാരത്തിന്റെ പണി മാസങ്ങളോളം പിന്തിപ്പിച്ചു വെച്ച അത്ഭുതകരമായ മറ്റ് മൃഗങ്ങളെയും അതിന്റെ ജീവനെയും ആദരിക്കാൻ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിന്റെ ഉൽപ്പന്നമായി ഈജിപ്തിലേക്ക് കടന്നു വന്ന അംർ ഇബ്നു ആസിന്റെയും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെയും അദ്ദേഹത്തിന്റെ ആദർശത്തോടുമുള്ള ആദരവായി ആ നാട്ടുകാർ തങ്ങളുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്തിന് ഫുസ്താത്ത് എന്ന് പേര് വെക്കുന്ന രീതിയിൽ മറ്റു മൃഗങ്ങളോടുള്ള ആദരവിനെയും സ്നേഹത്തെയും നല്ലതുപോലെ പരിഗണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മതമാണ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മതം. പിന്നെ ഏത് മൃഗമാണെങ്കിലും നമുക്ക് അനുവാദമുണ്ട് അതിനെ അറുക്കാൻ, ഭക്ഷണത്തിന് വേണ്ടി. മനുഷ്യന് കഴിക്കാൻ യോഗ്യമായ മൃഗങ്ങളെ അതിന്റെ മാംസം എടുക്കാൻ ഏറ്റവും മാന്യമായ രീതിയിൽ അതിനെ അറുക്കാൻ അനുവാദമുണ്ട്. ലോകത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവരുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ ലഭിക്കുന്നത് ഇങ്ങനത്തെ മൃഗങ്ങളുടെ മാംസത്തിലൂടെയാണ്. ഒരു മൃഗത്തെ കൊല്ലുന്ന സമയത്ത് ഏറ്റവും വേദന കുറവുള്ള എളുപ്പത്തിലുള്ള മരണം അതിനെ കഴുത്തറുക്കുക, അതിന്റെ അന്നനാളവും ശ്വാസനാളവും മുറിഞ്ഞ് രക്തം വെളിയിലേക്ക് പോകുന്ന രീതിയിൽ കഴുത്തറുത്ത് കൊല്ലുക എന്നുള്ളതാണ് ഒരു ജീവിയെ കൊല്ലുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ വേദന കുറച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ലോകത്ത് മറ്റു മൃഗങ്ങളെയും അവന്റെ ജീവനെയും ആദരിക്കണമെന്ന് വളരെ ശക്തിയായി പഠിപ്പിച്ച ഒരു മതം, ഒരു ആദർശം, അറവ് അനുവദിക്കുന്നത് തന്നെ മനുഷ്യന് ഭക്ഷണമായി ഉപയോഗിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയാണ്. ഈ അറവുകളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നതിൽ ഏറ്റവും പവിത്രമായ അറവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഹിയ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യൻ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മം ഉദ്ഹിയത്ത് അറുത്തു കൊടുക്കുക എന്നുള്ളതാണ്. നബി തങ്ങൾ പറഞ്ഞു, മൻ കാന ലഹു സഅത്തുൻ, ഒരു മനുഷ്യന് ഉദ്ഹിയത്ത് അറുത്തു കൊടുക്കാനുള്ള സാമ്പത്തികമായ വിശാലത ഒരു മനുഷ്യനുണ്ട്. സാമ്പത്തിക വിശാലത എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല. ഒരു മനുഷ്യന് പെരുന്നാളിന്റെ അന്നത്തെ ദിവസം, നമ്മൾ സാധാരണ നോമ്പിന് പിതൃ സക്കാത്തിനെ കുറിച്ച് പറയും, അതുപോലെ തന്നെ പെരുന്നാളിന്റെ അന്നും അന്നത്തെ ദിവസവും അവനും അവന്റെ ചെലവിൽ കഴിയുന്ന ആളുകൾക്കും ആവശ്യമായ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും കഴിഞ്ഞതിന് ശേഷം ഉദ്ഹിയത്ത് അറുത്തു കൊടുക്കാനുള്ള സാമ്പത്തികമായി ബാലൻസ് അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ട സുന്നത്താണ് ഉദ്ഹിയത്ത് എന്നുള്ളത്. ഹനഫി മദ്ഹബിലാണെങ്കിൽ ഫർളാണ്, ഷാഫി മദ്ഹബിലാണെങ്കിൽ ഫർള് പോലത്തെ സുന്നത്താണ് ഉദ്ഹിയത്ത് എന്നുള്ളത്. നബി തങ്ങൾ പറഞ്ഞു, ഉദ്ഹിയ അറുക്കാൻ കഴിവുള്ളവൻ ഉദ്ഹിയ അറുത്തില്ലെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാന, പെരുന്നാളിന് ഈ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ, ഞങ്ങളുടെ പിന്നിൽ, മുസ്ലിമീങ്ങളുടെ പിന്നിൽ നമസ്കരിക്കാൻ അവൻ വരണമെന്നില്ല എന്ന് കടുത്ത രീതിയിൽ നബി തങ്ങൾ താക്കീത് ചെയ്തു. ഉദ്ഹിയ അറുക്കാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ വന്നിട്ട് ചോദിച്ചു, മാഹാദിഹിൽ അല്ലാഹി, നബിയെ എന്താണ് ഈ ഉദ്ഹിയത്ത്? നബി തങ്ങൾ പറഞ്ഞു, മില്ലത്തു അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ ജീവിതത്തിന്റെ സകലമാന സന്തോഷങ്ങളും തന്റെ സകലമാന ആഗ്രഹങ്ങളും വികാരങ്ങളും ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ മാറ്റിവെക്കുകയും തന്നെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി ഉദ്ഹിയത്ത് അറക്കുന്ന സമയത്ത് എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വരണം, അല്ലാഹുവേ, നീ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തന്നെ ഇതുപോലെ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന സമർപ്പണ ബോധത്തോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട കർമ്മമാണ്. വമാ ലനാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതിന്റെ തൂക്കത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അതിന്റെ ഓരോ രോമത്തിനും പകരമായി 10 നന്മകൾ അള്ളാഹു തആല നൽകും. അതിന്റെ എല്ല്, അതിന്റെ തോല്, അതിന്റെ രക്തം, അതിന്റെ മാംസം സകലതും നാളെ നിങ്ങളുടെ നന്മയുടെ ത്രാസിൽ തൂക്കപ്പെടും. മറ്റൊരു ഹദീസിൽ കാണാം, അതിന്റെ ആദ്യത്തെ ഇന്നദ്ദമ ലയഖഉ ഇൻദല്ലാഹി ബിമൻസിലത്തിൻ ഖബല അൻ യഖഅ ഫിൽ അർദ്,
ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പേ അവന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവന്റെ സ്ഥാനത്തെ ഉയർത്തും ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രീതിയിൽ അതിശ്രേഷ്ഠമായ പവിത്രമായ ഒരു അറബ് എന്ന രൂപത്തിൽ പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തിയതാണ് ഉദ്ഹിയ്യത്തിന്റെ കർമ്മം. നമ്മളെ കൊണ്ട് സാധിക്കുന്നവരെല്ലാം അല്ലാഹു തആല നബിതങ്ങളോട് ഉദ്ഹിയ അറുക്കാൻ പറയുന്ന സമയത്ത് പറഞ്ഞ ഒരു വാചകം, ഇന്നാ അഅതൈനാകൽ കൗസർ. നബിയെ, തങ്ങൾക്ക് ഞാൻ ജീവിതത്തിൽ കുറെ അനുഗ്രഹങ്ങൾ നൽകി, അതുകൊണ്ട് അറുത്തു കൊടുക്കാൻ. കൂലി കിട്ടുന്നത് മറ്റൊരു വിഷയം, അത് അവിടെ നിൽക്കട്ടെ. അല്ലാഹു തആല നമ്മളുടെ ജീവിതത്തിലും മറ്റ് പലർക്കും നൽകാത്ത കുറെ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര വിഷമത്തിൽ കഴിയുന്ന മനുഷ്യനാണെങ്കിലും നമുക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ, ഓരോ അവയവങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനം, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷം, നമ്മളുടെ കുടുംബം, നമ്മളുടെ മക്കൾ, നമ്മളുടെ ഭാര്യമാർ, നമ്മളുടെ കൊച്ചുമക്കൾ, നമ്മളുടെ വീട്, നമ്മളുടെ സ്ഥാപനം, നമ്മളുടെ കച്ചവടം, നമ്മളുടെ ജോലി, നമ്മളുടെ ആരോഗ്യത്തിന്റെ എല്ലാ അവസ്ഥകളും, ഇതെല്ലാം അല്ലാഹു തആല നമുക്ക് ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തിട്ട് തങ്ങൾ അതിന് നന്ദിയായി ബലി അറുത്തു കൊടുക്കാൻ പരിശുദ്ധ ഖുർആൻ നബിതങ്ങളോട് പറയുമ്പോൾ അല്ലാഹു തആല നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി അത് ഏത് നബിയോടാണ് പറയുന്നതെന്ന് ആലോചിക്കണം. 2 ദിവസം തുടർച്ചയായി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത പ്രവാചകൻ, വിശപ്പിന്റെ പേരിൽ നേരെ നിന്ന് കുഴി കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് വയറ്റിൽ കല്ല് വെച്ച് കെട്ടിക്കിട്ട് നേരെ നൂന്നു നിന്ന പ്രവാചകൻ, മരിക്കുന്ന സമയത്ത് നബിയുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല, കാരണം വീട്ടിലെ വിളക്കിൽ ഒഴിക്കാൻ എണ്ണയില്ലായിരുന്നു. അതെന്തേ എണ്ണയില്ലാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ, നിങ്ങളുടെ വീട്ടിലോ എണ്ണയില്ലാത്തത് എന്ന് നബിതങ്ങളുടെ ഭാര്യയോട് ചോദിക്കുമ്പോ, വിളക്കിൽ ഒഴിക്കാൻ എണ്ണയുണ്ടായിരുന്നെങ്കിൽ അത് കയ്യിൽ ഒഴിച്ചിട്ട് നക്കി കുടിച്ച് ഞങ്ങളുടെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന രൂപത്തിൽ പട്ടിണിയിൽ കടന്ന നബിതങ്ങളോട് അല്ലാഹു തആല പറയുന്നു, തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ പേരിൽ ബലി അറുത്തു കൊടുക്കാൻ പറഞ്ഞു എങ്കിൽ സുഭിക്ഷമായി നമ്മളുടെ ആവശ്യത്തിന്, നമ്മളുടെ ഇഷ്ടത്തിന് 3, 4, 5 നേരവും ഒരു അല്ലലും അലട്ടലുമില്ലാതെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞുകൂടുന്ന നമ്മൾ എത്ര ബലി അറുത്തു കൊടുക്കണം, നമ്മൾ എത്ര നന്ദി അള്ളാഹുവിനോട് രേഖപ്പെടുത്തണം. അപ്പൊ ആ രൂപത്തിൽ, അതുകൊണ്ടാണ് പ്രവാചകൻ മറ്റൊരിക്കലും പറയാത്ത കടുത്ത വാക്ക് പറഞ്ഞത്, ഫലാ യഖ്റബന്ന മുസല്ലാന. അവൻ പിന്നെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരണ്ട. കയ്യിൽ കാശുണ്ടായിട്ടും വർഷത്തിലൊരിക്കൽ ഒരു മൃഗത്തെ വാങ്ങി ബലിയറുക്കാൻ അവനെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ, അവന് മനസ്സ് വരുന്നില്ല എങ്കിൽ, ആ രൂപത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന മനുഷ്യൻ, പടച്ചവൻ കൊല്ലത്തിലൊരിക്കൽ കയ്യിൽ നിന്ന് അല്പം കാശ് മുടക്കി ബലിയറുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് അതിനുള്ള നന്ദി അവന്റെ മനസ്സിലില്ല എങ്കിൽ പിന്നെ അവൻ ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാഹു തആല മനുഷ്യന് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ നന്ദിയാണ് അവൻ പെരുന്നാളിന്റെ ദിവസത്തിൽ പെരുന്നാൾ നമസ്കരിച്ചതിന് ശേഷം അറുത്തു കൊടുക്കുന്ന ഉദ്ഹിയ്യത്ത്. ഉദ്ഹിയ്യത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. പെരുന്നാളിന്റെ അന്ന്, പെരുന്നാൾ നമസ്കരിച്ചതിന് ശേഷം, ദുൽഹജ്ജ് 10, 11, 12, 13, ഈ 3 ദിവസം, അയ്യാമുത്ത തശ്രീഖിന്റെ ദിവസം, ഈ 3 ദിവസത്തിന്റെ ഉള്ളിലായി ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള നന്ദി എന്നോണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സകലതും സമർപ്പിച്ചതുപോലെ, ഞാൻ അള്ളാഹുവെ നിന്റെ മുമ്പിൽ എൻ്റെ ആത്മത്തെ തന്നെ, എൻ്റെ വ്യക്തിത്വത്തെ തന്നെ, എൻ്റെ സകലമാന വികാരങ്ങളെയും ഇഷ്ടങ്ങളെയും സമർപ്പിക്കുന്നു എന്ന സമർപ്പണ ബോധമുള്ള മനസ്സോടുകൂടി ബലിയറുത്തു കൊടുക്കുന്നതിന്റെ പേരാണ് ഉദ്ഹിയ്യത്ത്. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ബാക്കി വിഷയങ്ങൾ, അതിന്റെ നിയമങ്ങൾ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ പ്രതിഫലങ്ങൾ, പ്രയോജനങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. അതുകൊണ്ട്